അപ്പോൾ നമ്മൾ ഓൾറെഡി എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്താണ്, അതുപോലെ ഡെൽറ്റ എച്ച് എന്താണ്, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇവരെ എല്ലാവരെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ലെറ്റ് us think about that. നോക്കൂ, see a swimmer coming out from a pool is covered with a film of water weighing about 18 gram. How much heat must be supplied to evaporate this water at 298 Kelvin? That is the first part. Okay. അപ്പോൾ ഇയാൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടീഷൻ എല്ലാവരും നോക്കുക. സി വാട്ട് വി ഹാവ്. ഇനിഷ്യലി നമ്മളുടെ ആ ചങ്ങാതി സ്വിമ്മർ, ഇയാളുടെ പുറത്ത് 18 ഗ്രാം വെള്ളം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. സോ 18 ഗ്രാം വാട്ടർ ഈസ് ദെയർ. ഇത് ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ പുറത്ത് ഇത് പറ്റിപ്പിടിച്ചിരുന്നാൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകണ്ടേ. ഇവാപ്പറേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ നമ്മൾ അല്ലെ ഹീറ്റ് നമ്മൾ കൊടുക്കണം. എത്ര കൊടുക്കണം നോക്കൂ. ഇവിടെ ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ 18 ഗ്രാം വാട്ടർ, ഓക്കെ, 298 കെൽവിനാണുള്ളത്. നിങ്ങൾക്കറിയാം എവിടെയാണ് ഇവാപ്പറേഷൻ നടക്കുക എന്നുള്ളത്. ഇവാപ്പറേഷൻ നടക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് പറയുമ്പോൾ 373 കെൽവിനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രോസസ് ഈ വാട്ടർ, ഓക്കെ, എവിടേക്ക് എത്തണം? 18 ഗ്രാം വാട്ടർ 373 കെൽവിനിലേക്ക് എത്തിപ്പെടണം. ഓക്കെ, എന്നിട്ടാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്. സി എൻതാൽപ്പി ഓഫ് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ അറ്റ് 373 കെൽവിൻ 40.66 കിലോ ജൂൾ പെർ മോൾ അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ എത്തിയിട്ട് ഇയാൾ ഇപ്പോഴും ലിക്വിഡാണ്. നോക്കൂ, 100 ഡിഗ്രി സെൽഷ്യസിൽ ഇയാൾ ലിക്വിഡാണ്. ഈ ലിക്വിഡ് വീണ്ടും എന്തായി മാറണം? വേപ്പറായി മാറണം. സോ 18 ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഓർ ഗ്യാസ്, ഓക്കെ, അപ്പോഴും ടെമ്പറേച്ചർ എത്രയാണ്? 373 കെൽവിനാണ് അല്ലേ. നിങ്ങൾക്കറിയാം എവിടെയാണ് ബോയിലിംഗ് നടക്കുന്നത്? വാട്ടറിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ. വാട്ടർ ബോയിൽ ചെയ്ത് തുടങ്ങി ആ മൊത്തം വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് വരെയും അയാളുടെ ടെമ്പറേച്ചർ എത്ര തന്നെയായിരിക്കും? 100 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പിലായിട്ടാണ് നമ്മുടെ പ്രോസസ്സ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന്, ഇനിഷ്യലി ഇയാളിരിക്കുന്നത് 298 കെൽവിനിലാണ്. ഓക്കെ, ഇയാൾ എവിടേക്ക് എത്തിപ്പെടണം? നമ്മുടെ പുറത്തുള്ള ഈ വാട്ടർ അത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് എന്തായി മാറണം? 373 കെൽവിനിലേക്ക് വരണം. എന്നിട്ട് എന്ത് സംഭവിക്കണം? ഇവാപ്പറേഷൻ നടക്കണം. ഓക്കെ, സോ നമുക്ക് ഈ സ്റ്റെപ്പ് നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ടെമ്പറേച്ചർ കൂടുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടെമ്പറേച്ചർ കൂടുകയാണ്. അതിനാവശ്യമായുള്ള എനർജി എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു ഹീറ്റ് എന്ന് പറയുന്നത് mc ഡെൽറ്റ ടി. mc ഡെൽറ്റ ടി. ഇനി അപ്പോൾ ഇവിടം വരെ എത്തി. സെക്കൻഡ് സ്റ്റെപ്പ് അത് വേപ്പറൈസേഷനാണ്. അതിൻ്റെ എനർജി ഇവർ തന്നിട്ടുണ്ട്. നോക്കൂ, 40.66 കിലോ ജൂൾ പെർ മോൾ. കിലോ ജൂൾ പെർ മോൾ. പെർ മോൾ എന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു മോളിന് 40.66 കിലോ ജൂൾ വേണമെന്നല്ലേ. നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ എത്രയാണ് കുട്ടികളെ? നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ 18 ഗ്രാം ആണ്. ആ 18 ഗ്രാം എന്ന് പറയുന്നല്ലേ 1 മോൾ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് 40.66. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതണം എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, isn't it? അപ്പോൾ ഇത്രയും എനർജി കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ? നമ്മുടെ ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. ഓക്കെ, all of you. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എനർജി റിക്വയർഡ് ഫോർ us, ഫസ്റ്റ് ദിസ് പ്ലസ് നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ദ ഫസ്റ്റ് പാർട്ട്. First part, we have a Q is equal to M. What is the amount of water? 18 gram. So we have 18 into what is the specific capacity of water? അത് നമ്മൾ എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കുക 4.184. So I have a 4.184 into temperature delta T. നോക്കൂ, 373 ആണ്. 373 നമ്മൾ ആരെ കുറയ്ക്കുക? 298 കുറയ്ക്കുക. അതല്ലേ നമ്മളവിടെ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്, isn't it? അപ്പോൾ നമുക്ക് 373, അപ്പോൾ ഒരു 75
അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് 75. So we will be getting this value. So you have 18 into 4.84 into 74. So you get 5643 joule. ഇതാണ് ഈ ആദ്യത്തെ പാർട്ടിൽ എനർജി. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുകയാണ്. ആദ്യം നമുക്ക് കിട്ടിയത് 5643 ജൂൾ. ഇനി എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ 18 ഗ്രാം അല്ലേ? 18 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ 40.6 പെർ മോൾ എന്നല്ലേ? അപ്പോൾ അത് നമുക്ക് എഴുതാം 40.66 കിലോ ജൂൾ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വാല്യൂ ജൂളിലാണ്, എന്നാൽ അടുത്ത വാല്യൂ അവർ തന്നിരിക്കുന്നത് കിലോ ജൂളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരെയും എന്ത് ചെയ്യണം? ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം, isn't it? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇയാളെ കിലോ ജൂളാക്കി മാറ്റിക്കളയാം. സോ വിൽ ആഡ് ദാറ്റ് ടുഗദർ. സോ വി ഹാവ് 40.66 പ്ലസ് 5.64, isn't it? So what we'll be getting? We'll be getting a 45.30 kilojoule. That is the answer for the first part. Okay, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. എന്താണ് ക്വസ്റ്റ്യൻ? Simmer coming out from a pool is covered with a film of water weighing 18 gram. അപ്പോൾ ഇനിഷ്യലി 18 gram. ഏത് ടെമ്പറേച്ചർ ആയിരുന്നു? 298 അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ, നമ്മുടെ പുറത്ത് പറ്റിപ്പിടിച്ച വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം? ഓക്കെ, സോ വാട്ട് വി ഹാവ് ഇനിഷ്യൽ സ്റ്റെപ്പ്. 18 ഗ്രാം വാട്ടർ 298 കെൽവിനിലാണുള്ളത്. എവിടേക്ക് വേണം? 18 ഗ്രാം വാട്ടർ 373ലേക്ക് വരണം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ 18 ഗ്രാം വാട്ടർ ഗ്യാസ് ആകണം 373 കെൽവിൻ. സോ രണ്ട് സ്റ്റെപ്പിലാണ്, ആ രണ്ട് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു. സോ വി ഗോട്ട് ദി ആൻസർ ഓവർ ഹിയർ. ഓക്കെ, now let's go ahead with the second part of our question. നോക്കൂ, എന്താണ് സെക്കൻഡ് പാർട്ടിൽ അവർ പറയുന്നത്? സെക്കൻഡ് പാർട്ട്, കാൽക്കുലേറ്റ് ദി ഇന്റേണൽ എനർജി ഓഫ് വേപ്പറൈസേഷൻ അറ്റ് 100 degrees Celsius if enthalpy of vaporization is 40.66. ഓക്കെ, അപ്പൊ ഇവിടെ ആര് തമ്മിൽ റിലേറ്റ് ചെയ്യുകയാണ്? ഡെൽറ്റ യുവിനെയും ഡെൽറ്റ എച്ചിനെയും റിലേറ്റ് ചെയ്യുകയാണ്. മക്കളെ, ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Can you just speak out that relation? Yeah, tell me. Delta H is equal to, can you speak out? Delta U plus delta NGRT. Okay, so what we have? Delta H is equal to delta U plus delta NGRT. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷൻ എഴുതാം. നോക്കൂ, നമ്മളുടെ ഇക്വേഷൻ വി ഹാവ് H2O, isn't it? ആരാണ് ഇവിടെ സംഭവിക്കുന്നത്? ലിക്വിഡ് ആണ്. ലിക്വിഡ് ആരായി മാറുകയാണ്? ഗ്യാസ് ആയി മാറുകയാണ്. സോ H2O ലിക്വിഡ് gives you H2O ഗ്യാസ്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ നമ്മൾ ഡെൽറ്റ എൻ ജിന്റെ വാല്യൂ നമ്മൾ എടുക്കണ്ടേ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൻ ജി? നോക്കാൻ, ഡെൽറ്റ എൻ ജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ഗ്യാസ് ഉണ്ട്, ഇവിടെ ഗ്യാസ് ഇല്ല, isn't it? So what we need to do there? അവിടെ 1 minus 0. So what I can do there? ഇവിടെ എന്ത് ചെയ്യാം കുട്ടികളെ? ഡെൽറ്റ എൻ is equal to 1 minus 0. So what you'll get there? 0. No, 1 അല്ലേ? ഡെൽറ്റ എൻ 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So what you'll get? ഡെൽറ്റ H is equal to delta U minus RT. No, delta U plus RT, because delta NG 1. അങ്ങനെയാണെങ്കിൽ what is delta U? Delta U is equal to delta H minus RT, isn't it? ഇവിടെ delta H തന്നിട്ടുണ്ട്, കിലോ ജൂൾ ആണ്, കിലോ ജൂൾ. ബട്ട് RTന്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ഐ ആം ജസ്റ്റ് ഫൈൻഡിങ് RT ഹിയർ. RT ജൂളിലാണ് കണ്ടുപിടിക്കേണ്ടത്. ആറിന്റെ വാല്യൂ നമുക്കറിയാം 8.314. ടിന്റെ വാല്യൂ 373. So I am multiplying here. RT is equal to 8.314 into 373. So you got 3101. So here 3101
It is in joule. Okay. But ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡെൽറ്റ എച്ച് നോക്കൂ, ഡെൽറ്റ എച്ച് 40.66 കിലോ ജൂളാണ്. അപ്പോൾ ഇയാളും എന്തിലായിരിക്കണം? കിലോ ജൂളിലായിരിക്കണം. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് 3.1 കിലോ ജൂൾ. Okay, now we can write there. So what will come there? 40.66 minus 40.66 minus what comes there? 3.1, isn't it? So what will come as the answer? So definitely you can see that we'll be getting the answer almost. So here it is 10. So we'll be having 37.56 kilojoule will come as the answer over here. Okay. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. നമുക്കിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ, ഓക്കെ, ആൻഡ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നമുക്ക് ഹീറ്റ് അല്ലെങ്കിൽ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ അടുത്ത ടേം ഹീറ്റ് ഓഫ് ഫോർമേഷൻ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം. സി വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം വി നീഡ് ടു ടോക്ക് വിത്ത്? സി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഈ സ്റ്റാൻഡേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഓക്കെ, ലീവ് ദാറ്റ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, നമ്മൾ എങ്ങനെയാണ് ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എഴുതുന്നത്? നമുക്ക് നോക്കാം. സി ഐ ഹവ് റിട്ടൺ ഹിയർ ഓൾറെഡി ഡെൽറ്റ എച്ച് എഫ് 0. 0 വന്നാൽ അത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളത് ഇങ്ങനെ എഴുതുകയുള്ളൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. Okay, so we have enthalpy of formation. Now, isn't it? So what is this enthalpy formation? വേറൊന്നുമല്ല, ഒരു കോമ്പൗണ്ട് അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ഇലമെൻസിൽ നിന്നും ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച്, അതാണ് എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. വൺസ് അഗൈൻ ഞാൻ പറയാം, നോക്കുക. സി വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? വൺ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ഇലമെൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് ഉണ്ടാകുന്നതിന് ആവശ്യമായ എനർജിയാണ് നമ്മൾ എന്തു പേര് പറയുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് ഈ സംഭവങ്ങളെന്ന് നോക്കാം. സോ സീ ടു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, what is the definition given? Let us read the definition. What's that given? Enthalpy change accompanied in the formation of 1 mole of a compound from its elements in their most stable form at 298 Kelvin and 1 bar pressure. And I will come to this later. Okay, that's very important. Otherwise നമ്മൾ എഴുതുന്ന ആ എക്സ്പ്രഷൻ തീർച്ചയായിട്ടും എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന്. സി, ഞാനിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം പലതരത്തിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. സി, ജസ്റ്റ് ഐ ആം റൈറ്റിംഗ് വൺ റിയാക്ഷൻ. കാൽസ്യം കാർബണേറ്റ് ഞാൻ ചൂടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. പക്ഷെ മക്കൾ, നമുക്ക് ഈ റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഒരിക്കലും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത് അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ഇലമെൻസിൽ നിന്നല്ല. ഓക്കെ, അപ്പോൾ എവിടുന്നെങ്കിലും ഉണ്ടായാൽ പോരാ, അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ഇലമെൻസിൽ നിന്ന് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? അതിനെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയെ വി കനോട്ട് കോൾ ഇറ്റ് ആസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഴുതുക? നോക്കൂ. സി, നമുക്ക് കിട്ടേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടണം. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം? ഗ്യാസ് ആണോ, ലിക്വിഡ് ആണോ? പറയൂ. ഗ്യാസ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമുക്ക് കിട്ടണം, അല്ലേ? എവിടുന്ന് കിട്ടണം? അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ഇലമെൻസിൽ നിന്നും. ആരാ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ഇലമെൻസ്? കാർബൺ ആൻഡ് ഓക്സിജൻ, അല്ലേ? അപ്പോൾ കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യണം, അല്ലേ?
അതിൽ അവരും ഈ റിയാക്ട് ചെയ്യുന്ന ഈ ഇലമെന്റ്സും എന്തായിരിക്കണം കുട്ടികളെ? സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കണം. അപ്പോൾ shall I write carbon plus O3? No, it's not possible. O3 is not standard form. O2 is standard form. Okay, so O2 I have written. Now, O2 gas ആണോ സോളിഡ് ആണോ? ഡെഫിനറ്റ്ലി ഗ്യാസ്. അപ്പോൾ ഞാൻ അതിന് താഴെ ഗ്യാസ് എന്ന് എഴുതണം. ഓക്കെ കുട്ടികളെ. നെക്സ്റ്റ് കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ഓക്കെ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എല്ലാവരും പറയും കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് സോൾഡ് ആണെന്ന് പറയും. പക്ഷെ മക്കളെ, നമുക്കറിയാം കാർബൺ സോൾഡ് തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഗ്രാഫൈറ്റ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഇതിൽ ആരാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കാർബൺ? കുട്ടികളെ, ഫോർ യുവർ ഇൻഫർമേഷൻ, കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഗ്രാഫൈറ്റ് ആണ്. ഡയമണ്ട് കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ എഴുതേണ്ടത് നോക്കൂ, വെരി സ്പെസിഫിക്കലി ഐ നീഡ് ടു റൈറ്റ് ദെയർ ഗ്രാഫൈറ്റ്. നോക്കൂ, ഞാൻ ഗ്യാസ് എന്നല്ല എഴുതിയത്, ഗ്രാഫൈറ്റ് എന്നാണ് എഴുതിയത്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ നോക്കൂ, വൺസ് അഗെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അതുണ്ടായത് അവരുടെ ഇലമെന്റ്സിൽ നിന്നും, ആ ഇലമെന്റ്സും സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അങ്ങനാണെങ്കിൽ ആ റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനാണെങ്കിൽ ആ റിയാക്ഷൻ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കുട്ടികൾ, അപ്പോൾ ഇത് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഇത് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എല്ലാവരും ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ എഴുതാൻ പറ്റുന്ന നോക്ക്. ഐ വിൽ ഗിവ് 1 minute. കെൻ യു റൈറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റുമല്ലോ? ഓക്കെ, ഓൾ ഓഫ് യു റൈറ്റ് ഇറ്റ്. ഏതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ പെട്ടെന്ന് എഴുതണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. അമോണിയ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ എഴുതും അല്ലേ? തീർച്ചയായിട്ടും മിക്ക ആൾക്കാരും എഴുതിയത് ഇങ്ങനെയാണ്, N2 + 3H2 gives 2NH3. ഓക്കെ, നമുക്ക് നോക്കാം ഇത് ശരിയാണോ അല്ലയോ എന്ന്. കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതിയത് ഓൾമോസ്റ്റ് ശരി തന്നെയാണ്, പക്ഷെ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഒന്ന്, അമോണിയ. യെസ്, അമോണിയ ഈസ് ദെയർ. അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആക്കണം അല്ലേ? അമോണിയയുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ഗ്യാസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഗ്യാസ് എന്ന് എഴുതി വയ്ക്കാം. സോ ഡെഫിനറ്റ്ലി റോട്ട് ദെയർ ഗ്യാസ്. നെക്സ്റ്റ്, ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ സ്റ്റാൻഡേർഡ് ഫോം, യെസ്, നോ ഡൗട്ട്, അതും ഗ്യാസ് ആണ് അല്ലേ? നൈട്രജന്റെ സ്റ്റാൻഡേർഡ് ഫോം, യാ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓൾസോ ഗ്യാസ്. എഴുതി. അപ്പോൾ ഈ റിയാക്ഷനിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജിയെ shall I call as enthalpy of formation of ammonia? Tell me yes or no. But our answer is no. So this cannot be called as enthalpy of formation of ammonia. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല? enthalpy of formation of ammonia എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? Let's check the definition. Enthalpy change accompanied in the formation of 1 mole of a compound. 1 mole of a compound. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 2 മോൾ അമോണിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ വെറുതെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അല്ലാതെ വി കനോട്ട് കോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കിട്ടിയ എനർജി, ലെറ്റ്സ് സേ ദാറ്റ് യു ഗോട്ട് ഓൾമോസ്റ്റ് -100 കിലോജൂൾ. നിങ്ങൾ കിട്ടി -100 കിലോജൂൾ. ബട്ട് ആ -100 കിലോജൂൾ എന്ന് പറയുന്നത് 2 അമോണിയൻ്റെ ഫോർമേഷനാണ്. അതിന് നമുക്കൊരിക്കലും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വിളിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ? 1 മോൾ ഉണ്ടാകുമ്പോൾ ആവശ്യമായ എനർജി. അപ്പോൾ ശരിക്കും നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ½ N2 + 3/2H2 gives you NH3. ഓക്കെ, അയാളും ഗ്യാസ്. സോ ഹീസ് ഓൾസോ ഗ്യാസ്. ആദ്യത്തെ സ്റ്റെപ്പിൽ
100 ജൂൾ എനർജി പുറത്തേക്ക് വിട്ടെങ്കിൽ ഈ സ്റ്റെപ്പിൽ എത്ര ജൂൾ പുറത്തേക്ക് വിടണം? അതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ, 50. സോ -50 കിലോ ജൂൾ. ഇതായിരിക്കും ഇവിടുത്തെ എന്ത് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത്. Understood? So all of you please try to understand എങ്ങനെയാണ് enthalpy of formation of ഒരു കോമ്പൗണ്ട് നമ്മൾ എഴുതുന്നത്. Okay, let us practice another one. നമുക്ക് വേറൊന്ന് എഴുതാം. Sulfur dioxide. Try. Sulfur dioxide. Try with that. Sulfur dioxide. How we'll write the equation corresponds to the enthalpy of formation of sulfur dioxide. Yeah, let's start writing. Time up. I hope that all of you are done fine. Let's check whether it is correct or wrong. നോക്കൂ, ഞാൻ എഴുതുന്നു സൾഫർ. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ആരാണ്ടേ? സൾഫർ ഡയോക്സൈഡ്. നമുക്ക് കിട്ടേണ്ട സൾഫർ ഡയോക്സൈഡ്. See, I am writing here. We have a S plus O2 gives sulfur dioxide. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ പറ്റത്തില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ സ്റ്റാൻഡേർഡ് ഫോമും കൂടെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം, അല്ലേ കുട്ടികളെ? അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നു സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണ്, സമ്മതിച്ചോ? ഓക്സിജൻ ഗ്യാസ് ആണ്, അതും നല്ലത് തന്നെ. എന്നാൽ സൾഫർ നിങ്ങൾക്കറിയാം സോളിഡ്. ബട്ട് ഈ സൾഫർ നമ്മൾ കേട്ടിട്ടുണ്ട് മോണോക്ലിനിക്, റോംബിക് സൾഫർ, അല്ലേ? സോ അപ്പോൾ അതിലേത് നമ്മൾ എഴുതുക? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വി ഹാവ് rhombic sulfur is the standard form. Okay, so please remember, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇറ്റ്സ് ഗ്രാഫൈറ്റ്, isn't it? അതുപോലെ സൾഫർ റൈറ്റ് നൗ we are talking about rhombic sulfur. So sulfur, definitely we have a rhombic sulfur. So rhombic sulfur, oxygen, what we get there? Sulfur dioxide. നമുക്ക് സൾഫർ ഡയോക്സൈഡ് കിട്ടി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നോക്കൂ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജിയെ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് എന്ന് വിളിക്കാം. യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, കാരണം സ്റ്റാൻഡേർഡ് ഫോമിലാണ്, പിന്നെ ഒരു മോളേ വരുന്നുള്ളൂ, isn't it? അങ്ങനെയാണെങ്കിൽ ലെറ്റ് സേ ഇവിടെ കിട്ടിയ എനർജി, ലെറ്റ് മീ സേ ദാറ്റ് ഡെൽറ്റ എച്ച് ഇവിടെ കിട്ടിയത് -200 ആണെന്ന് വിചാരിക്കുക, കിലോ ജൂൾ. അതിന് നിങ്ങൾക്ക് എന്ത് പേര് വിളിക്കാം? യു ക്യാൻ കോൾ as enthalpy of reaction. You can call as enthalpy of formation of sulfur dioxide. Okay, so try to understand. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? enthalpy of formation റെലവൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുക. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക, എന്താണ് enthalpy of formation? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്താണെന്ന് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നമ്മൾ റിയാക്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ്, എപ്പോഴും സ്റ്റാൻഡേർഡ് പറയേണ്ട കാര്യമില്ല, enthalpy of formation. So what is enthalpy of formation? It's the energy change accompanied when 1 mole of a compound is formed from its constituent elements of their standard form. ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാർബണിനെ ഓർക്കണം. കാർബണിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആരല്ല? ഡയമണ്ട് അല്ല, ഗ്രാഫൈറ്റ് ആണ്, isn't it? സൾഫറിന്റെ സ്റ്റാൻഡേർഡ് ഫോം മോണോക്ലിനിക് അല്ല, റോംബിക് ആണ്. സിമിലർലി ഫോസ്ഫറസിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇറ്റ്സ് എ വൈറ്റ് ഫോസ്ഫറസ് ആണ്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, isn't it? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ പറയുന്ന എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അവരെയൊക്കെ വെച്ച് പ്രോബ്ലം ചെയ്തതുപോലെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. അതിൽ നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. സീ ടു ദാറ്റ് നെക്സ്റ്റ് പോയിന്റ്. Enthalpy of reaction is equal to enthalpy of formation of product minus enthalpy of formation of reactant. Okay, എഴുതുക, ബോക്സ് വരയ്ക്കുക, കളർ അടിക്കുക, isn't it? വളരെ മനോഹരമാക്കി അവിടെ വയ്ക്കുക. ബിക്കോസ് ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് നമ്മുടെ തെർമോഡൈനാമിക്സ് പ്രോബ്ലം സോൾവ് വേണ്ടി നമുക്ക് വേണം. ഓക്കെ, സോ ഒന്നുകൂടെ ഞാൻ വായിക്കാം, or else I'll write myself. നോക്കൂ, enthalpy of reaction. So enthalpy of reaction is equal to
enthalpy of formation of products minus enthalpy of formation of reactant. So enthalpy of reaction equals enthalpy of formation of product minus enthalpy of formation of reactant. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുന്നതാണ്. അതിന് മുന്നേ ഞാനൊരു റിയാക്ഷൻ എഴുതുകയാണ്. എല്ലാവരും നോക്കുക, ഒരു റിയാക്ഷൻ. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഓൺ ദ ബോർഡ്. റിയാക്ഷൻ, ലെറ്റ്സ് സേ ദാറ്റ് methane, or else let's say, okay, so we can write here C6H6 plus O2, okay, gives you 6 carbon dioxide plus 3H2O. 3H2O. So here we have a 7.5. So 15/2. ഈ ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്കറിയാം റിയാക്റ്റൻ്റ് ഉണ്ട്, അതുപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. Isn't it? So what is the reactants here? ഇയാൾ രണ്ടുപേരും റിയാക്റ്റൻസ്. So this is reactant, this is reactant. What is product? ഇയാൾ പ്രൊഡക്റ്റ്, ഇയാൾ പ്രൊഡക്റ്റ്. Isn't it? അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏതായാലും ഇവിടുത്തെ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും എനർജി ഒരിക്കലും സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ ഒന്നുകിൽ എനർജി റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ചോദിച്ചാൽ, നോക്കൂ എല്ലാവരും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിൻ്റെ എല്ലാം കൂടെ എൻതാൽപ്പീസ് കൂട്ടി മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ്, isn't it? അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം നമ്മുടെ ഇക്വേഷനകത്ത് ഞാൻ വരുത്തുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണണമെങ്കിൽ we need to sum up sigma of enthalpy of formation of product minus sigma of enthalpy of formation of reactant. Note down, sigma of enthalpy of formation of product എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ എല്ലാം കൂടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കൂട്ടുക, അതിൽ നിന്നും ആരെ കുറയ്ക്കുക, ഈ റിയാക്റ്റൻസിൻ്റെ എല്ലാം കൂടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കുറയ്ക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഞാൻ ഓരോ ആൾക്കാരുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ലെറ്റ്സ് സീ ടു ദാറ്റ്. ഹിയർ വി ഹാവ് C6. ഓക്കെ, ഓരോ ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എഴുതുന്നു. ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ലെറ്റ് മീ സേ ദാറ്റ് X. ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ലെറ്റ് മീ സേ ദാറ്റ് Y. ഇയാളുടെ വാട്ടറിന്റെ എൻതാൽപ്പി ഫോർമേഷൻ, ലെറ്റ് മീ സേ ദാറ്റ് Z. ബട്ട് ഞാൻ ഓക്സിജന്റെ താഴെ എഴുതിയില്ല, അല്ലേ? അതെന്താ ഞാൻ ഓക്സിജന്റെ താഴെ എഴുതാഞ്ഞത്? അതിനുള്ള മറുപടി ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാവരും വായിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് an element in its standard state is taken as 0. ഏതെങ്കിലും ഒരു ഇലമെന്റ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിക്കൊള്ളുക. ഇതിലേക്ക് ഞാൻ പിന്നീടെത്താം. ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് തിരിച്ചെത്താം. ഞാനിവിടെ എഴുതുന്നു O2 ഗ്യാസ്. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് O2? ഇറ്റ്സ് ഈക്വൽ 0. Why 0? Because O2 സ്റ്റാൻഡേർഡ് ഫോം ആണ്. എന്നാൽ O3, can you tell me delta HF is equal to 0? No, because ഒരിക്കലും അയാൾ എന്തല്ല, സ്റ്റാൻഡേർഡ് ഫോം അല്ല. So it is not equal to 0. Try to understand, all of you. Similarly, നമുക്ക് എന്ത് ചെയ്യാം? We can write carbon. Carbon നമുക്കറിയാം ഡയമണ്ട്. So I am writing here carbon, diamond. ഞാൻ ആദ്യം ഡയമണ്ട് എഴുതി. കുട്ടികളെല്ലാവരും നോക്കുക, ഡയമണ്ട്. See, I am writing in case of diamond, delta HF is equal to 0. Do you accept this? ഒരിക്കലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരിക്കലും ഡയമണ്ട് എന്തല്ല, സ്റ്റാൻഡേർഡ് ഫോം അല്ല. അപ്പോൾ നമുക്ക് ഇവങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. ദിസ് ഇസ് നോട്ട് ഈക്വൽ 0.
Similarly, we have a graphite. So when we talk about graphite, please try to understand enthalpy of formation is equal to 0. Isn't it? അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു എലമെന്റ്, സപ്പോസ് ഇഫ് യു ആർ റൈറ്റിംഗ് ഹീലിയം, okay, if you are writing hydrogen, if you write let's say nitrogen, in all these cases you can see that enthalpy of formation will be equal 0. So നമ്മളുടെ ഈ കാൽക്കുലേഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, വേറൊന്നുമല്ല, എനി എലമെന്റ് ഇൻ ഇറ്റ്സ് എലമെന്റൽ സ്റ്റേറ്റ് or standard form has an enthalpy of formation 0. Okay, all of you? So please try to understand. Now നമ്മൾ വീണ്ടും നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു വരികയാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ റിയാക്ഷൻ വീണ്ടും എഴുതുകയാണ്. See to that reaction, C6H6 reacting with 15/2O2 gives you what you get, 6 carbon dioxide plus what next, 3H2O. ഈ റിയാക്ഷനിൽ നമുക്ക് ഇയാളുടെ ഓരോ ആൾക്കാരുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരികയാണ്. സി, ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ലെറ്റ് മീ സേ ദാറ്റ് ഇയാളുടെ വാല്യൂ എക്സ് ആൻഡ് കുട്ടികൾ നിങ്ങൾ പറയുക ഇയാളുടെ വാല്യൂ എത്ര, ഓക്സിജന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാ? യെസ്, യു ആർ റൈറ്റ്, 0. സോ 0 ഹിയർ, ഇറ്റ്സ് നോട്ട് O, ഇറ്റ്സ് 0. നെക്സ്റ്റ് ഹിയർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ Y, ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ Z. ഈ എൻതാൽപ്പി ഫോർമേഷനെ എപ്പോഴും ഒരു മോളിനെ കുറിച്ചേ പറയത്തുള്ളൂ. അത് നിങ്ങൾ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഓർക്കണം. Isn't it? What is the definition of enthalpy of formation? You have studied. It's the energy change when 1 mole of a compound is formed from its constituent elements of the standard form. അതാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇയാളുടെ എക്സ് എഴുതി, ഇയാളുടെ 0 എഴുതി, ഇയാളുടെ Y എഴുതി, ഇയാളുടെ Z എഴുതി. അങ്ങനെയാണെങ്കിൽ what is the energy change in this reaction? So nothing. Delta H of this reaction is equal to sigma of this. ഇയാളുടേത് Y, പക്ഷെ നമുക്ക് 6 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുകൊണ്ട് 6Y. What I am writing? 6Y plus ഒരു വാട്ടറിൻ്റെത് Z, but we have 3 water. So we have a 3Z. ഇത്ര ആരാ കുട്ടികളെ? ഇത്രയും പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ സം മൈനസ് വാട്ട് ഇസ് നെക്സ്റ്റ്? സി, ഇവിടെ ബെൻസീൻ ഒന്നല്ലേ ഉള്ളൂ, മൈനസ് എക്സ്. സോ ദാറ്റ് വിൽ ബി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതാണ് നമ്മൾ എഴുതിയ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അപ്പോൾ എല്ലാവരും നോക്കൂ കുട്ടികളെ. സോ വെനോർ വി ആർ ടോക്കിംഗ് അബൌട്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ നമ്മൾ ഓർക്കേണ്ടത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എനി എലമെന്റ് സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കേസും നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഒരു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കാണാം. ലെറ്റ്സ് ലിസൺ ടു ദാറ്റ്. കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ചേഞ്ച് വെയർ the standard heat of formation of gaseous ammonia is minus 11.02 kilocalorie per mole. The reaction is given there. Okay. So where the standard heat of formation of gas of ammonia തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കളയാം എങ്ങനെയാണെന്ന്. നമുക്ക് ഇതാണ് റിയാക്ഷൻ. ലെറ്റ്സ് റൈറ്റ് ദാറ്റ് റിയാക്ഷൻ. ഞാൻ എഴുതുന്നു. half N2, okay, plus 3/2 H2 gives NH3. ഈ റിയാക്ഷൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഗ്യാസ് ആണ്. സോ സിമിലർലി അടുത്തയാളും നിങ്ങൾക്കറിയാം ഗ്യാസ് ആണ്, നെക്സ്റ്റും ഗ്യാസ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എന്താണ്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണണം. ബട്ട് നൗ അവർ തന്നിരിക്കുന്നു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. നമുക്കറിയാം എങ്ങനെയാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണുക എന്ന്. ലെറ്റ്സ് റൈറ്റ് ദ ഇക്വേഷൻ.
enthalpy of reaction is equal to, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, sigma of enthalpy of formation of product minus sigma of enthalpy of formation of reactant. So I can write sigma of enthalpy of product minus sigma of enthalpy of reactant. ഇതിൽ അമോണിയൻ്റെ തന്നിട്ടുണ്ട്, അമോണിയൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ, പക്ഷേ ഹൈഡ്രജൻ്റെ വാല്യൂ തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ ഹൈഡ്രജൻ തരാത്തത്? ഹൈഡ്രജൻ എലമെൻ്റ് ആണ്, എലമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. നൈട്രജൻ തന്നിട്ടില്ല, നൈട്രജൻ എലമെൻ്റ് ആണ്, അയാളുടെ വാല്യൂം 0 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ റിയാക്ടൻസിൻ്റെ രണ്ടുപേരുടെയും വാല്യൂ 0 ആണ്. സോ ദിസ് ഈസ് നോട്ട് ദെയർ. Now what is enthalpy of reaction? Enthalpy of reaction is equal to enthalpy of formation of ammonia. So enthalpy of reaction is equal to enthalpy of formation of ammonia. So your answer is same. What is the answer? Minus 11.02 kilocalorie. This is the answer. What do you get? Okay. Now let's talk about another thing. ഞാൻ ഈ റിയാക്ഷനിൽ ചെറിയ മാറ്റം വരുത്തുകയാണ്. നോക്കൂ എന്താണ് മാറ്റമെന്ന്. See, we have again the next reaction, half N2 plus what comes, not half N2. So this time we have N2 plus 3H2 gives you 2NH3. So this is gas, this also gas, this also gas. അപ്പോൾ ഈ റിയാക്ഷൻ ഇങ്ങനെ മാറ്റിയിട്ട് തരുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കുക. അവിടെ നമുക്കറിയാം ഇയാളുടെയും വാല്യൂ എന്താ കുട്ടികളെ? 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ അവിടെ കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് എഴുതാം. സി ഇയാളുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇസൻ ഇറ്റ്. അപ്പോൾ ഇയാളുടെ വാല്യൂ നമുക്കിങ്ങനെ എഴുതാം. enthalpy of reaction is equal to sigma of enthalpy of product. അപ്പോൾ അമോണിയന്റെ വാല്യൂ x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം enthalpy of formation is equal to, no, actually ഇവിടെ enthalpy of reaction എന്നാണ് അല്ലേ, enthalpy of reaction equals, so let's write like that. Enthalpy of reaction is equal to sigma of enthalpy of formation of products മൈനസ് റിയാക്ടൻ്റ് എന്നുണ്ട്, പക്ഷെ അവിടെ റിയാക്ടൻ്റ് രണ്ടുപേരും എന്താണ് ഇലമെൻ്റൽ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് 0 ആയി പോകും. സോ വി ഡോണ്ട് വാണ്ട് ടു റൈറ്റ് ദാറ്റ്. പക്ഷേ എത്ര പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ? 2 പ്രൊഡക്റ്റ് ഉണ്ട് അവിടെ, 2 അമോണിയ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഹാവ് ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 2 into minus 11.02. So we will be getting the final answer 22.04. So that will come as the answer in next case. പക്ഷേ അതൊരിക്കലും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ അല്ല, കാരണം ഇവിടെ അമോണിയ 2 മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് കിട്ടുക. പക്ഷേ ഇവിടെ 1 മോളിക്യൂളാണ്. അപ്പോൾ അത് എന്ത് കറക്റ്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരിക്കും. എനിവേ ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ our answer is this is the relation what you get. Okay, let's see another problem again based on enthalpy of formation or heat of formation. The standard heat of formation at 298 Kelvin. നോക്കൂ ഇവിടുത്തെ പ്രത്യേകത 298 Kelvin എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, CCl4 gas, water gas, carbon dioxide gas, HCl gas are, they are given some values. Calculate enthalpy of reaction. ഓക്കെ, നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണുമ്പോൾ എപ്പോഴും കുട്ടികളെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ എഴുതുന്ന ഇക്വേഷൻ പ്രോപ്പർലി ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മുടെ ആൻസേഴ്സ് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇനി ഇവരിവിടെ തന്നിട്ടുണ്ട്, അതൊരു പ്രോപ്പർ ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെയാണ്. സോ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൻ, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് അവർ ഇക്വേഷൻസ് ആർ പ്രോപ്പർലി ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഈ റിയാക്ഷൻ ഒന്നുകൂടെ എഴുതുകയാണ്. നോക്കാം, ഞാൻ എഴുതുന്നു. CCl4
reacting with 2H2O, okay, gives carbon dioxide plus 4HCl. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഇവർ നമുക്ക് തന്നിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരായിട്ട് എടുത്ത് എഴുതുകയാണ്. CCl4ൻ്റെ വാല്യൂ -25.5 ആണ്. അപ്പോൾ അതിന് താഴെ ഞാൻ എന്ത് ചെയ്യുന്നു, -25.5 എഴുതി. എല്ലാവരുടെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ്. അടുത്തത് ഇയാളുടെ താഴെ H2ൻ്റെ താഴെ ഞാൻ എഴുതി -57.8. ഓക്കെ, നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ -94.1. സോ ഹിയർ ഐ എം റൈറ്റിംഗ് -94.1. നെക്സ്റ്റ് HClൻ്റെ താഴെ ഞാൻ എഴുതി അയാളുടേത് -22.1. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ടത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മൈനസ് റിയാക്റ്റിൻ്റെ വാല്യൂ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു CCl4 ഉള്ളൂ, പ്രശ്നമില്ല. പക്ഷെ അടുത്തതിൽ നമുക്ക് 2 H2 ഉണ്ട്. അപ്പം നമ്മൾ ഇയാളെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 2. അപ്പോൾ അയാളുടെ വാല്യൂ എത്ര വരും? ഇസ്ന്റ് ഇറ്റ്, അയാളുടെ വാല്യൂ ഇവിടെ 0.6, ഇവിടെ 5, isn't it, and we'll be having 115. ഇയാളുടെ വാല്യൂ 115.6. ഒരു കാർബൺ ഡൈ ഓക്സൈഡേ ഉള്ളൂ, സോ നോ നീഡ് ടു മൾട്ടിപ്ലൈ. അടുത്ത് നമുക്ക് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 88. ഇയാൾ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. യു വിൽ ഗെറ്റ് -88.4. ഇനി നമ്മൾ ചെയ്യേണ്ട ജോലി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചത് ഇങ്ങനെയാണ്. അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ. അപ്പോൾ നമുക്ക് സിഗ്മ ഓഫ് പി മൈനസ് സിഗ്മ ഓഫ് റിയാക്ടൻ. ഈ സിഗ്മ ഓഫ് എന്താണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കണ്ടിട്ട് അവിടെ എഴുതാം. സോ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇത്രയും കൂടെ കൂടി ചേർന്നതാണ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആയിട്ട് വരേണ്ടത്. രണ്ടും മൈനസ് ആണ് അല്ലേ? അപ്പോൾ ആ വാല്യൂ നമുക്ക് നോക്കി നോക്കാം. സോ വാട്ട് വിൽ ഗെറ്റ് -94.1 പ്ലസ് -88.4. So 5, 2, isn't it? What will come? -8. അപ്പോൾ ഇത് -182.5 എവിടെ? പ്രൊഡക്റ്റ് സൈഡ്. ഓക്കെ, റിയാക്ടൻറ്റ് സൈഡ് വാട്ട് വിൽ ഗെറ്റ് ദെയർ? സി 1 മൈനസ് ഉണ്ട്, രണ്ടും മൈനസ് ഉണ്ട്. -115.6 -25.5. So what will get? 1141 മൈനസ്. അപ്പോൾ ഇതും മൈനസ്, അപ്പുറത്തും മൈനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ, പ്രൊഡക്റ്റ് ഇതാണ്. സോ വി ആർ ഗെറ്റിംഗ് -182.5 മൈനസ് ഓഫ് -141.1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും കുട്ടികളെ? 141.1 minus 182.5, which will be equals, isn't it, minus 41.4. This will come as the answer there. Okay, അപ്പോൾ ഇത് എൻതാൽപ്പി ഫോർമേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദിസ്, ഹൗ യു ഹവ് സോൾവ് ദിസ്. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലാണ്. അതായത് ഹീറ്റ് ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾ ഓഫ് യു. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് വരികയാണ്. നോക്കൂ, നമ്മൾ ഇതുവരെ ഏതൊക്കെ ആണ് എൻതാൽപ്പീസ് ആണ് കണ്ടു കഴിഞ്ഞെന്ന് ചോദിച്ചാൽ, പ്ലീസ് കീപ് ഇൻ മൈൻഡ് വൺസ് അഗെയിൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, enthalpy of fusion, enthalpy of vaporization, enthalpy of sublimation, and now we have studied enthalpy of formation, and next is
എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ വിറക് കത്തിക്കുകയാണ്. വിറക് കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അവിടുന്ന് കുറച്ച് എനർജി കിട്ടുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ കത്തിക്കുമ്പോൾ, ഈ കത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ വേറൊരു മീനിങ് ഉണ്ട്, അതായത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കത്തിക്കുക അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടക്കുമ്പോൾ എപ്പോഴും എന്താ സംഭവിക്കുക, ഇറ്റ് ഈസ് കമ്പൈനിങ് വിത്ത് ഓക്സിജൻ. ഓക്കെ, ഈ പറയുന്ന ഈ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് പാർഷ്യൽ കമ്പസ്റ്റൻ ആകാം അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആകാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ വിറകൊക്കെ പാർഷ്യൽ കമ്പസ്റ്റൻ ആണെങ്കിൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും, പക്ഷേ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പം നമ്മളോട് സംസാരിക്കുന്നത് കംപ്ലീറ്റ് കമ്പസ്റ്റനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കമ്പസ്റ്റൻ അല്ലേ? ഒരു വസ്തുവിന്, ഒരു വിറകിന് നമ്മൾ കത്തിക്കുന്നു. ഓക്കെ, എന്താണ് ഈ കത്തിക്കുക എന്ന് പറഞ്ഞാൽ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ, sufficient amount of oxygen so that complete combustion products are obtained. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു ഓക്സിജനുമായി കംപ്ലീറ്റ് കമ്പസ്റ്റന് വിധേയമാകുന്നു, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന കേസ്. സി ഓർ പോയിന്റ്, ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ or enthalpy of combustion. What is the meaning of that? Isn't it? It is defined as when 1 mole of is heat evolved when 1 mole of substance completely burned into form products. ബാക്കിയുള്ളതൊക്കെ സ്റ്റാൻഡേർഡ് വന്നുകൊണ്ടാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് നമുക്ക് തൽക്കാലം എടുക്കണ്ട, അല്ലാതെ നമുക്ക് പറയാം എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. വേറൊന്നുമില്ല, സിംപ്ലി നിങ്ങൾ പറയേണ്ടത് ഒരു മോൾ സബ്സ്റ്റൻസ് isn't it കമ്പസ്റ്റിന് വിധേയമാകുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. സോ വൺസ് അഗൈൻ യു പ്ലീസ് സ്പീക്ക് ഔട്ട്. എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ? isn't it എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ മീൻസ് ഒരു മോൾ കോമ്പൗണ്ട് കമ്പസ്റ്റിന് വിധേയമാകുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. അപ്പം ഞാനിവിടെ പറഞ്ഞൊരു പോയിന്റ് റിലീസ് ചെയ്യപ്പെടുന്നു അല്ലേ, പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ എനർജി ചേഞ്ച് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം കമ്പസ്റ്റൻ നടക്കുമ്പോൾ എപ്പോഴും എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, isn't it? So in most of the case whenever we have oxygen combined with anyone, you can see that അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, എനർജി ലിബറേഷൻ ആണ്. സോ കമ്പസ്റ്റൻ, ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ or enthalpy of combustion is always negative. ഓക്കെ, സോ പ്ലീസ് നോട്ട് ദറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. വൺസ് അഗൈൻ യു പ്ലീസ് ടെൽ മീ, എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ? ഒരു മോൾ സബ്സ്റ്റൻസ് കമ്പസ്റ്റിന് വിധേയമാകുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവാണ്, നെഗറ്റീവാണ്, കാരണം ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ടു ദാറ്റ് നെക്സ്റ്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ പല കേസ്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുന്നത് ഫുഡിൻ്റെ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ. നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ട്, isn't it? അതുപോലെ വേറെ പലതരത്തിലുള്ള എന്താണ് ഫ്യൂവൽസ് അവൈലബിൾ ആണ്. ഏത് ഫ്യൂവലിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ഒരു ഫ്യൂവൽ നമുക്ക് ഒരുപാട് എനർജി തരുന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ് നമുക്ക് പറയാം. അതല്ല നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് കുറച്ച് എനർജിയെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ നല്ല ഫ്യൂവൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഈ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ, ഇതൊക്കെ ഏതാ നല്ലത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് എന്ന് നമ്മൾ പറയുന്നത് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ വെച്ചിട്ടാണ്. ഓക്കെ, അതിന് നമ്മൾ വേറൊരു പ്രത്യേക ടേം ഉപയോഗിക്കും. വാട്ട് ഈസ് എ ടേം കോൾഡ് റിയലി? ഇറ്റ് ഈസ് കോൾഡ് കലോറിഫിക് വാല്യൂ. നമ്മൾ പറയുക കലോറിഫിക് വാല്യൂ. ഓക്കെ, കലോറിഫിക് വാല്യൂ വേറൊന്നുമല്ല, 1 ഗ്രാം വിറക് അല്ലെങ്കിൽ 1 ഗ്രാം ഫ്യൂവലിനെ കത്തിക്കുമ്പോൾ നമുക്ക് എത്ര എനർജി കിട്ടുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കലോറിഫിക് വാല്യൂ കൂടുതലാണെങ്കിൽ ആ ഫ്യൂവൽ എന്തായിരിക്കും, നല്ല ഫ്യൂവൽ ആയിരിക്കും. കലോറിഫിക് വാല്യൂ കുറവാണെങ്കിൽ ആ ഫ്യൂവൽ എന്തായിരിക്കും, കൊള്ളാത്ത ഫ്യൂവൽ ആയിരിക്കും, isn't it? അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്താണ്? സോ സ്പീക്ക് ഔട്ട് വൺസ് അഗൈൻ. ഒരു മോൾ കോമ്പൗണ്ട് കമ്പസ്റ്റിന് വിധേയമാകുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. പോയിന്റ് നമ്പർ 1. സെക്കൻഡ്, എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ്?
നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവല്, ഇവരുടെയൊക്കെ എഫിഷ്യൻസി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളപ്പോൾ അവിടെ വേറൊരു ടേമിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് കലോറിഫിക് വാല്യൂ എന്നാണ്. എന്താണ് ഈ കലോറിഫിക് വാല്യൂ? 1 ഗ്രാമിൽ നിന്നും നിങ്ങൾക്ക് എത്ര എനർജി കിട്ടുന്നു അതിനെ നമ്മൾ പറയുന്നു കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ കൂടുതലാണെങ്കിൽ ആ ഫ്യൂവൽ നല്ല ഫ്യൂവലായിരിക്കും, ഇസനെ. അതുപോലെ തന്നെ ഫുഡ് നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് കലോറി വാല്യൂ കുറഞ്ഞ ഫുഡ് കഴിക്കുക, കൂടിയ ഫുഡ് കഴിക്കുക, അല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കലോറിഫിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, ഇസനെ. ഓക്കെ, അപ്പോൾ അതിനുമായും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഇനി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ നമ്മൾ കണ്ടിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം, നോക്കൂ എല്ലാവരും. See, just I am writing one example for combustion. I think already I have written, but once again I can write. See here, we have a carbon. See, carbon reacting with oxygen. What do you get there? You are getting carbon monoxide, no carbon dioxide. അല്ലേ? അപ്പോൾ ഇത് 1 mole കാർബൺ ആണ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കിട്ടി, അപ്പോൾ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണ്. ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി നമുക്കറിയാം കമ്പൽസറി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓക്സിജനുമായിട്ട് ഒരു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്ന കാണിച്ചാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കമ്പസ്റ്റൻ റിയാക്ഷൻ. ഓക്കെ, അതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ കമ്പസ്റ്റൻ കൊണ്ടുവരാൻ നോക്കാം. സി, ഞാനൊരു ഓർഗാനിക് കോമ്പൗണ്ട് എഴുതാൻ പോവുകയാണ് ഇവിടെ. സി, വി ഹാവ് 1 ഓർഗാനിക് കോമ്പൗണ്ട് CH4. ഈ CH4 എന്ത് ചെയ്യുന്നു, റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. What you will get there? You will be getting carbon dioxide plus what next? Water. ഇതല്ലേ കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കാർബൺ വരണം അവിടെ, 1 കാർബൺ. എത്ര വാട്ടർ വരണം, 2 വാട്ടർ. സോ ഹൗ മെനി ഓക്സിജൻ റിക്വയർഡ്? തീർച്ചയായിട്ടും നമുക്കറിയാം. സോ വി റിക്വയർഡ് ഹിയർ 2 O2. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇതും എന്താണ്, ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ കമ്പസ്റ്റൻ മീൻസ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ, അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും ബാക്കിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും കാണാം. താങ്ക് യു.